ഹായ് ഫ്രണ്ട്സ്, പ്രിയ സരശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നമ്മുടെ തോട്ടിലെ കൃഷിയുടെ എല്ലാം കഴിഞ്ഞു. ഞാൻ മേളിൽ നിന്നിങ്ങനെ വീഡിയോ എടുക്കത്തേ ഉള്ളൂ. കണ്ടോ, ഇതെല്ലാം ഒലിച്ചു പോയി. നമ്മുടെ കൃഷിയെല്ലാം, നമ്മുടെ ചീരയൊക്കെ ഒലിച്ചു പോകുന്നത് കണ്ടോ. പയറൊക്കെ പോയായിരുന്നു, മൊത്തം പോയായിരുന്നു കേട്ടോ. പയറിൻ്റെ വിളവെല്ലാം എടുത്തു കഴിഞ്ഞാൽ ചീരയെല്ലാം കണ്ടിച്ച് തീർന്ന മണ്ടയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, ഇങ്ങനെ ചുവട് കണ്ടിച്ച് പൊട്ടിക്കളിച്ച് വന്നതൊക്കെ നിപ്പുണ്ടെന്നേ ഉള്ളായിരുന്നു. ഇവിടെ നല്ല തകർപ്പം മഴയായി, തോട്ടി വെള്ളമായി. അതുകൊണ്ട് നമ്മുടെ കൃഷിയൊക്കെ അതാ കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ മഴ പെയ്തപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആക്കി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെയൊക്കെ കൂടെ കാണിക്കാം. ഞാൻ എപ്പോഴും പറയത്തില്ലേ, തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്ന തോടാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ഇനി അടുത്ത വേനൽക്കാലത്ത് നമ്മൾ തോട്ടിൽ വീണ്ടും കൃഷിയുമായിട്ട് എത്തുന്നതാണ്. നമ്മുടെ തോട്ടിലെ കൃഷിയെല്ലാം കഴിഞ്ഞു. നമ്മൾ അന്നേ പറയത്തില്ലായിരുന്നു, മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. അപ്പം അതുകൊണ്ട് ഒരു ഓമ മാത്രം അവശേഷിച്ചുകൊണ്ട്, ഇത് ഞാൻ നട്ടുവെച്ച ഓമയൊന്നല്ല, ഇത് സ്വന്തമായിട്ട് അവിടെ കിളിച്ചു വന്ന ഒരു ഓമ, അത് മാത്രം നടുക്ക് നിപ്പുണ്ട്. കുറച്ചുകൂടെ ശക്തമായിട്ടൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിലെ വരും. നല്ല ശക്തമായിട്ട് ഒഴുകുന്ന തോടാണ്. അപ്പം പിന്നെ നമ്മുടെ ഇതെല്ലാം പോകും. നമ്മുടെ കൃഷി ചീരയൊക്കെ കണ്ടോ, മൂടൊക്കെ ഇങ്ങനെ മൂടിപ്പോഴും അങ്ങോട്ട് ഒഴുകിപ്പോൾ മനസ്സില്ലാതെ അവിടെ നിപ്പുണ്ട്. എന്നാലും വെള്ളം കയറി എല്ലാം പോയി. പയറെന്താ, സൈഡിലെ പയറൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ എനിക്ക് സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, എൻ്റെ കോവൽ പോവോ എന്നുള്ള പേടി. ഞാൻ കോവൽ താഴെ നിന്ന് ഇങ്ങോട്ട് കയറ്റിയേക്കോ, കോവലും പോവായിരിക്കും മിക്കവാറും. കോവലെ കണ്ടോ, കായൊക്കെ പിടിച്ചിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അത് പോവോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇത് കണ്ടോ, പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തോട്ടി കൊണ്ട് വെള്ളം വരുന്ന തോട്ടി കൊണ്ട് കോവലിട്ടിട്ട് കോവൽ പോരുന്നതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അതല്ലയോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞൻ വിശേഷം. ഇവിടെ നല്ല മഴയാണ്. മഴയത്തെയും കുട പിടിച്ച് ഇന്ന് വീഡിയോ എടുക്കുന്നതാണ്. സൗണ്ടിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. കോവലിൻ്റെ മൂട് അവിടെ താഴെയാണ് ഉള്ളത് തോട്ടിൽ. അവിടെയൊക്കെ വെള്ളമായി. ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും എറമ്പ് ചേർത്ത് വെള്ളം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ചീരയൊക്കെ ചരിഞ്ഞ് വീണ് കിടക്കുന്നു. ആ നടുക്കിരിക്കുന്ന ചീരയൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. സൈഡിലെ ചീരയൊക്കെ വേറെ വീണ്ടും നിപ്പുണ്ട്. പയറുകളൊക്കെ പോയെങ്കിലും അവിടെ ഇവിടെയൊക്കെ പൂവൊക്കെ ഉണ്ട്. അതുപോലെ ഈ മഴ ചെയ്യുന്ന ഒന്നൊന്നര ക്രൂരതയാണ് കേട്ടോ. ഇത് കണ്ടോ, മഴക്കാലം ആകുമ്പോൾ നമ്മളെപ്പോലുള്ള കൃഷിക്കാർക്കൊക്കെ സങ്കടം തോന്നുന്നത് തന്നെ. നമ്മുടെ വഴുതന അങ്ങനെ ചരിഞ്ഞ് വീണ്, അത് വീണ് കണ്ട പിന്നെ ഞാനിങ്ങനെ നാട്ടി ഒരു പരുവത്തെ കെട്ടിയേക്കുക. നമ്മുടെ തക്കാളിയൊക്കെ ഇതാ പോയി തുടങ്ങി. ഇത് കണ്ടോ, തക്കാളി എല്ലാം പോയി തുടങ്ങി. ഇവിടെ ഒരു മൂട് പാവലിട്ടിട്ടുണ്ട്. പാവലല്ല, ഇതെന്തോ പടവല. അല്ല, അതെ, പടവലും ഉണ്ട് പാവലും ഉണ്ട്. അതാ ഞാൻ ഈ പാവലെന്നും കൂടെ പറയുന്നത് കേട്ടോ. ഒരു മൂട് പാവലിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കമ്പൊക്കെ കുത്തി കൊടുത്തേക്കെ തഴച്ച് കയറി. അതാ നമ്മുടെ കോഴിപ്പിള്ളേരെ കണ്ടോ, ഒരു നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ വരുമ്പോൾ എന്ത് രസമാണെന്നറിയാം അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇത് കണ്ടോ, ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ പുതുമണ്ണല്ലേ, ഇത് കണ്ടോ, മണ്ണിട്ടിടമൊക്കെ ഇത് കണ്ടോ, കുഴി പോലെ വന്ന് താഴുക. വെള്ളം താഴുന്നില്ലെന്നുണ്ടോ, ഒലിച്ചു പോകാൻ സൗകര്യമില്ലല്ലോ. ഈ കെട്ടിക്കൂടെ തന്നെ താഴോട്ട് താന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ഇതിനൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കെട്ടൊക്കെ ഇടിഞ്ഞു പോകുന്ന അനുവായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതിനൊക്കെ വെള്ളം പോകാൻ എന്തെങ്കിലുമൊക്കെ സജ്ജീകരണം നിങ്ങൾ ചെയ്യണം. പുതിയ മഴ പെയ്യുന്നതല്ലേ, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും അവിടെ ഇവിടെ എല്ലാം. ഇത് കണ്ടോ, മഴ പെയ്തപ്പം മണ്ണ് നമ്മൾ പുതുമണ്ണ് എടുത്തിട്ടേക്കും ആയതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കും. ഇപ്പോൾ ഒരു വെയിലുറക്കുകയാണെങ്കിൽ ഇത് താന്നു പോകും. ഇനിയും വെള്ളമൊക്കെ എവിടെയൊക്കെയാണ് കെട്ടിക്കിടക്കുന്നതെന്നൊക്കെ നോക്കി നമ്മൾ താഴ്ന്ന ഭൂമിയിലോട്ട് താഴോട്ടല്ലേ വെട്ടി വിടാൻ പറ്റത്തുള്ളൂ. കിളർന്ന് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിയായിട്ട് വെള്ളം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നെ കൊതുക് വീഴ്ചയൊക്കെ പെറ്റി പെരുകത്തില്ലേ. അതുകൊണ്ടിങ്ങനെ നമുക്കിനി താഴോട്ട് ഒഴുക്ക് അനുസരിച്ച് നമുക്ക് ഇത് വെട്ടിക്കൊടുക്കണം.